ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളി വെജ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, എന്നാലും നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല എരിവുള്ള ഒരു വെജ് ബിരിയാണി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് ശ്രമപ്പെട്ട പണിയാണ്. അപ്പം നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാം. ഞാൻ ഒരു ഇരുമ്പേട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പേട്ടിയാകുമ്പോൾ നമുക്ക് ആ ഇരുമ്പിൻ്റെ അംശവും കിട്ടും, ഗുണമുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളി വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുത്ത സവാള അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന സവാള കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. കരിഞ്ഞു പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഒരു മഞ്ഞ കളറാവുന്ന സമയത്ത് തന്നെ നമ്മൾ കോരിയെടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ഒരു ടേസ്റ്റ് ഇതിനകത്ത് ഇരിക്കുവാണ്. ഇത് കറക്റ്റായിട്ട് നമുക്ക് കരിഞ്ഞു പോകാതെ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതേ കണ്ടോ, ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ഈ ഉള്ളി അങ്ങോട്ട് കോരിയെടുക്കാം. കാരണം അല്ലെങ്കിൽ ഇനിയും കിടന്ന് കരിഞ്ഞു പോകും. നമ്മളിത് കോരിയെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിക്കോളും. കുറച്ച് നേരം അത് കിടന്ന് കഴിയുമ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമ്മൾ കോരിയെടുക്കാനൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിതേ ഉള്ളിയൊക്കെ കോരി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ബാക്കിയുള്ള സവാളയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 4 സവാളയാണ് ഇന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് വറുത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സവാളയെല്ലാം നമ്മളിതേ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് വെജ് ബിരിയാണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വെജ് ബിരിയാണി നമുക്ക് വെജിൻ്റെ ഏത് രീതി വേണേ, അതായത് നമ്മുടെ വെജിറ്റബിൾസ്, കോളിഫ്ലവർ അങ്ങനെയുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പനീർ എടുക്കാം, അല്ലെങ്കിൽ സോയ ചങ്ക്സ് എടുക്കാം. ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പനീർ വെച്ചിട്ടാണ് നമ്മുടെ വെജ് ബിരിയാണി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂണൊന്നും ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ആ പനീറിൻ്റെ പീസസിലൊക്കെ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. ഒരു 5 മിനിറ്റ് ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ സവാള വറുത്തെടുത്ത അതേ എണ്ണയാണ്. അതിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അധിക സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കൂടെ നിന്ന് നമ്മൾ നോക്കിക്കോണം. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പനീരൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ആക്കിയെടുത്താൽ മതി. പെട്ടെന്നായി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമുക്ക് പൊടിഞ്ഞു പോകാതെ വറുത്തെടുക്കാം കേട്ടോ. പനീരെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ പനീറും നമ്മൾ വറുത്തെടുത്തു. ഇനി നമ്മൾ ചോറ് വെക്കാം. നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം. ബിരിയാണിക്കുള്ള വെള്ളം, അതായത് നമ്മുടെ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിന്ന് 1 കിലോ കൈമ റൈസിനുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ അരി പ്രത്യേകം വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ലാവിഷായിട്ട് കിടന്ന് വെന്തോട്ടെ. കുറച്ച് വെള്ളം കൂടുതൽ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, കൂടുതലായാലും പ്രശ്നമില്ല, നമുക്ക് ഊറ്റിക്കളയാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ആദ്യമേ ഞാനൊരു 4 പച്ചമുളക്, കുറച്ച് സ്പൈസി ആവാൻ, നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടുന്ന നിർബന്ധമൊന്നുമില്ല. ഞാനൊരു 4 പച്ചമുളക് മുഴുവനെ അങ്ങ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു തക്കാളി, 4 പച്ചമുളകും. ഇനി നമുക്കതിലേക്ക് കുറച്ച് ബേ ലീവ്സ്, നല്ല ഉണങ്ങിയ ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ, അതായത് നമ്മുടെ ബിരിയാണിക്ക് ചേർക്കുന്ന കുറച്ച് മസാലകളുണ്ടല്ലോ. കറുവാപ്പട്ട, ഒരു 4-5 ഏലക്ക, കുറച്ച് ഗ്രാമ്പു, പിന്നെ കുറച്ച് തക്കോല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളമൊക്കെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് ഊറ്റി കളയുമ്പോഴത്തേനും എക്സ്ട്രാ ഉള്ള ഉപ്പൊക്കെ അങ്ങ് പൊക്കോളും. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ വെള്ളത്തിനകത്ത് ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഊറ്റി വെച്ചിട്ടുള്ള അരി, ഇത് ജീരകശാല റൈസാണ്. അത് ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഒരു മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം.
നമ്മളിതിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിതിൻ്റെ കൂടെ തന്നെ നിന്ന് നോക്കിക്കോണം. ഇത് ഒരു വെന്ത് കഴിയുമ്പോൾ ഒരു 90% ആയാൽ മതി. നമുക്ക് ഫുള്ളൊന്നും വേവിച്ചെടുക്കണ്ട. ഒരു 90% ആകുമ്പോഴത്തേനും ഇതിങ്ങനെ തിളച്ചിട്ട് മേളിലേക്ക് പൊന്തി വരാൻ തുടങ്ങും. ആ സമയത്ത് വരെ നമ്മൾ ഊറ്റിയെടുത്തോണം. കൂടെ നിന്ന് നോക്കിക്കോണേ, അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ആ പരുവൊക്കെ ഒന്ന് തെറ്റിപ്പോകും. നമ്മുടെ അരിയൊക്കെ ഒരു 90% ആയിട്ടുണ്ട്. തിളച്ചിട്ട് അതിങ്ങനെ മേളിലേക്ക് പൊന്തി വരാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ നമ്മളത് ഊറ്റിയെടുത്തോണം. അരിയൊക്കെ മേളിലേക്ക് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിന്ന് വെളിച്ചെണ്ണയല്ല, പകരം ബട്ടറാണ് ചേർക്കുന്നത്. ഇത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ അതിനനുസരിച്ചിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. കുക്കർ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 സ്പൂൺ ബട്ടർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകട്ടെ. ബട്ടറൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു 4 പച്ചമുളക് ഒന്ന് കീറിയെടുത്തതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് പൊള്ളി വരും. അപ്പോഴാണ് നമ്മുടെ പച്ചമുളക് നന്നായിട്ടൊന്ന് വഴണ്ടി വരും. പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് പൊള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 3 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴലാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ബട്ടറിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ശേഷം മാത്രം കറിയിലേക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അല്പം ഉപ്പ് ചേർത്തിട്ടുള്ളത്. നമുക്കൊരല്പം ബട്ടർ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന ബട്ടറിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ സവാള വഴറ്റുന്ന സമയം കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 തക്കാളി, ഒരു ഇടത്തരം 2 തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാലയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാൻ വെജിറ്റബിൾ ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയാൽ മതി. കാരണം തൈരൂടെ ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഒന്ന് കുറയും. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പുതിനയില കുറച്ച് മതി. മല്ലിയിലയുടെ ക്വാണ്ടിറ്റി വേണം നമ്മൾ കൂട്ടിയെടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചോറ് മേലിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുവിധം ചോറൊക്കെ വെന്തതാണ്. ഈ അധിക നേരം നമ്മൾ ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിരുന്നാൽ മതി. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യ്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ബിരിയാണിയുടെ മേളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഉണ്ടോ? ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് സവാളയൊക്കെ വന്നിട്ടുണ്ട്. ഫൈനലി ഞാൻ ചേർക്കുന്നത് പൈനാപ്പിളാണ്. നല്ല മധുരമുള്ള പഴുത്ത പൈനാപ്പിളാണ് കേട്ടോ. അത് കുറച്ച് പീസസ് ആക്കി എൻ്റെ മേളിലേക്ക് ഒന്ന് ഇടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഞാൻ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ ചെയ്യരുത്. കാരണം ചോറ് നന്നായിട്ട് വെന്തതാണ്. അധികം വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ അധികം നേരം ദം ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ്, കാരണം നമുക്ക് നോക്കുമ്പോൾ ഇവിടം വരെയൊക്കെ ചൂട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങ് ഓഫാക്കാം. നമ്മളൊരു 10 മിനിറ്റ് ഇത് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇതേ കണ്ടോ, 10 മിനിറ്റ് നമ്മൾ ദം ചെയ്ത് നല്ല മണമാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ നമ്മുടെ ചോറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇതേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ബിരിയാണിയാണ്. നിങ്ങൾ മറക്കാതെ ചെയ്ത് നോക്കണേ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. അതിൻ്റെ കോമ്പിനേഷനായിട്ട് കുറച്ച് തൈര് സലാഡ്, കണ്ടോ, കുറച്ച് റൈത്ത ചേർക്കാം. പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. കുറച്ച് റൈത്തയും കുറച്ച് അച്ചാറും ഒക്കെ എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. കിടുക്കാച്ച ടേസ്റ്റാണ്. ഇന്നത്തെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് ചെയ്ത് നോക്കണം. കിടിലൻ ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.